ന്യൂനപക്ഷ വിരുദ്ധമാണ്. BJPയെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത്, ഭൂരിപക്ഷ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് UDF ആണ് എന്നുള്ളതാണ്. വസ്തുത അതാണോ? നമ്മുടെ മുന്നിലുള്ള വസ്തുത ഏതാണോ? നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസമല്ലേ വിസ്മയത്തെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യുമ്പോൾ വിസ്മയത്തിന് വേണ്ടിയിട്ട് കേരളം ഒരു വാതിൽ തുറന്നിട്ടു. അതിലൂടെ ജോസ് കെ മാണി വരുമെന്ന് കരുതി. പക്ഷേ വിസ്മയത്തിൻ്റെ വാതിൽ തുറന്നിട്ടപ്പോൾ പുറകുവശത്തെ വാതിൽ അടയ്ക്കാൻ മറന്നുപോയി. എന്താ സംഭവിച്ചത്? ബീഹാറിൽ നിന്ന് 6 MLA NDA ക്യാമ്പിൽ പോയി. വിസ്മയത്തിന് വേണ്ടി കേരളത്തിൽ വാതിൽ തുറന്നിട്ടപ്പോൾ ബീഹാറിലെ വാതിലിലൂടെ 6 MLA പോയത് NDA ക്യാമ്പിലേക്കാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബീഹാറിൽ ഇന്ന് കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടിയിലെ അംഗങ്ങളുടെ എണ്ണം 0 ആവാൻ പോവുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള 6 MLA ബീഹാറിൽ കോൺഗ്രസിനുണ്ടായിരുന്നുള്ളൂ. ആ 6 പേരും NDA ക്യാമ്പിലേക്ക് പോവുക. ഇവരാണോ BJP പ്രതിരോധിക്കാൻ പോകുന്നത്? ഇവരാണോ ന്യൂനപക്ഷ സംരക്ഷണം നടത്താൻ പോകുന്നത്? പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, അരുണാചൽ പ്രദേശിലെ 60 MLA 43 പേരിൽ 42 പേരും മുഖ്യമന്ത്രി അടക്കം പ്രേമഖണ്ഡു അടക്കം പിറ്റേ ദിവസം BJP ഓഫീസിലേക്കാണ് പോയിരുന്നത്. ഇത് അരുണാചൽ പ്രദേശിന്റെ ചരിത്ര, ബീഹാറിന്റെ ചരിത്ര. എന്തിനും മറ്റത്തൂർ എന്ന് പറയുന്ന പഞ്ചായത്ത് കണ്ടതല്ലേ? BJPയുടെ പിന്തുണ കൊടുത്തിട്ട് എങ്ങനെയാണ് കടന്ന് ഉരുണ്ട് കളിച്ചതെന്ന് നമ്മൾ കണ്ടതല്ലേ? കുമരകത്ത് കണ്ടതല്ലേ? കേരളത്തിൽ കണ്ടതല്ലേ? എങ്ങനെയാണ് കോലിബി സഖ്യം കേരളം കണ്ടതല്ലേ? ഈ വസ്തുതകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ന്യൂനപക്ഷ വിരുദ്ധമാണെന്നോ BJPയെ പ്രതിരോധിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികാവകാശം തങ്ങൾക്കാണെന്നോ കോൺഗ്രസിൽ പറയുക സാധ്യമാണോ? ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിലാണല്ലോ പിണറായി വിജയനെ ചാരുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ കേരള സർക്കാരിൻ്റെ ഭാഗമാണോ? CPMൻ്റെ ഭാഗമാണോ? CPMൻ്റെ ഏതെങ്കിലും ഘടകത്തിലെ അംഗമാണോ? ഇതൊന്നുമല്ലല്ലോ. സാമുദായിക നേതാവ് വെള്ളാപ്പള്ളി നടേശനെ UDFനെ വിമർശിക്കാം, LDFനെ വിമർശിക്കാം. എല്ലാവരും തരാതരം പോലെ ഒരു വലിയ വോട്ട് ബാങ്ക് കണ്ടുകൊണ്ട് വിമർശിക്കുന്നില്ല. അത് വസ്തുതയാണ്. അത് UDFും വിമർശിക്കുന്നില്ല, LDFും വിമർശിക്കുന്നില്ല. പക്ഷേ CPM സ്റ്റേറ്റ്മെന്റ് ഇറക്കി, ഞങ്ങൾ ഇതിനോട് വിയോജിക്കുന്നു. DYFഐയും യൂത്ത് കോൺഗ്രസും ഇറക്കി. പക്ഷേ എന്താ കോൺഗ്രസിലെ നേതാക്കൾ പറയാത്തത്? എന്താ കോൺഗ്രസ് നേതാക്കൾ ഒന്നും പറയാത്തത്? ഇന്നിപ്പോൾ ഈഴവ വിരോധി എന്ന് വിളിച്ചില്ലേ? കാണാൻ നാളെ എത്ര കോൺഗ്രസ് നേതാക്കൾ VD സതീശനെ ഈഴവ വിരോധി എന്ന് വെള്ളാപ്പള്ളി നടേശൻ വിളിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായി തള്ളിപ്പറയാൻ എത്ര കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുമെന്ന് നാളെ നമുക്ക് കാണാം. ഇതേപോലെ അല്ലല്ലോ CPM പ്രതികരിച്ചത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ചാരുമ്പോൾ ഒരു കാര്യം കൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം. 2006 പറവൂരിലെ മനക്കപ്പടി സ്കൂളിൽ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ, ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ കുനിഞ്ഞു നിന്ന് ആ നിലവിളക്ക് കൊളുത്തിയ നേതാവിൻ്റെ പേര് VD സതീശൻ എന്നാണ്. 2013 ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത നേതാവിൻ്റെ പേര് VD സതീശൻ എന്നാണ്. ആ VD സതീശനാണ് കാന്തപുരത്തിലെ കേരള യാത്രയുടെ സമാപനത്തിൽ വന്ന് പറയുന്നത്, മതേതരത്വം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ നേരിടും. നല്ലതാണ് സാർ, പക്ഷേ പറയുമ്പോൾ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. പിണറായി വിജയൻ ഒരു RSSൻ്റെ പരിപാടിക്ക് പോയി ഒരു ഗോൾവാൾക്കറുടെ മുന്നിലും നിലവിളക്ക് കുനിഞ്ഞ് കൊളുത്തിയിട്ടില്ല. ഒരു ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ RSS പരിപാടിക്കും പോയിട്ടില്ല.